ഹലോ ഫ്രണ്ട്സ്, അൽജിമെട്രി മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസിൻ്റെ ഇൻട്രൊഡക്ഷനും കുറച്ച് പ്രോബ്ലംസും ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഈ വീഡിയോയിലും ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസിൻ്റെ തന്നെ എക്സസൈസിലെ പ്രോബ്ലംസാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് കുറച്ച് പ്രൂഫ്സ് ആണ്. ഈ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ ഇക്വേഷൻസ് പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം LHS എടുക്കാം. അപ്പോൾ കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ ദ ഹോൾ സ്ക്വയർ. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, റൈറ്റ് സൈഡിൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടേണ്ടത് കോസ് തീറ്റയും താഴെയും കോസ് തീറ്റയാണ്. അപ്പോൾ ഈ കൊസീക് തീറ്റയും കോട്ട് തീറ്റയും കോസ് തീറ്റയുടെ ടേംസിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊസീക് തീറ്റയെ നമുക്ക് 1 ബൈ സൈൻ തീറ്റ എന്ന് എഴുതാം. കോട്ട് തീറ്റയെ നമുക്ക് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് എഴുതാം. ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ സൈൻ തീറ്റ കോമൺ ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ സൈൻ തീറ്റ മുകളിൽ 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം എഴുതുകയാണെങ്കിൽ 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഇനി സൈൻ സ്ക്വയർ തീറ്റ നമുക്കറിയാം, ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് വെച്ചിട്ട് സൈൻ സ്ക്വയർ തീറ്റ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ ഈ സൈൻ സ്ക്വയർ തീറ്റയെ നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ തീറ്റ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആക്കുകയാണെങ്കിൽ ഈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റയെ നമുക്ക് 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഉണ്ട്, ഇവിടെ 1 മൈനസ് കോസ് തീറ്റ ഉണ്ട്. അപ്പോൾ ഈ 1 മൈനസ് കോസ് തീറ്റ ഈ 1 മൈനസ് കോസ് തീറ്റയുടെ ഒരെണ്ണം കൂടെ ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് കിട്ടും 1 മൈനസ് കോസ് തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ. അപ്പോൾ നമുക്ക് ഇത് തന്നെയായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. കോസ് തീറ്റ മൈനസ് കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ. അപ്പോൾ നമ്മളത് ഇങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കോസ് എ ബൈ 1 പ്ലസ് സൈൻ എ പ്ലസ് 1 പ്ലസ് സൈൻ എ ബൈ കോസ് എ ഈസ് ഈക്വൽ ടു 2 സീക്ക് എ. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെയും നമ്മൾ ഈ 1 പ്ലസ് സൈൻ എയും കോസ് എയും നമ്മൾ രണ്ടിൻ്റെയും LCM എടുക്കും. അത് കോസ് എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ ആയിരിക്കും. നമ്മൾ LCM എടുത്ത് നോർമൽ നമ്മൾ ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്നത് പോലെ ആഡ് ചെയ്യുകയാണെങ്കിൽ മുകളിൽ കോസ് സ്ക്വയർ എ പ്ലസ് 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി ഇത് കോസ് സ്ക്വയർ എ, കാരണം ഇവിടെ നമ്മുടെ LCM എന്ന് പറയുന്നത് കോസ് എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ ആണ്. അപ്പോൾ ഈ LCMത്തിൽ 1 പ്ലസ് സൈൻ എ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇല്ലാത്തതെന്ന് പറയുന്നത് കോസ് എ ആണ്. അപ്പോൾ നമ്മൾ ഈ LCMൻ്റെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് താഴെ കോസ് എ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ സെയിം കോസ് എ ആയിട്ട് നമ്മൾ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നമ്മൾ നോർമലി ഫ്രാക്ഷൻ എങ്ങനെയാണോ ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതും ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ കോസ് എ ഇൻറ്റു കോസ് എ കോസ് സ്ക്വയർ എ പ്ലസ് ഇവിടെ കോസ് എ ഉണ്ട്, പക്ഷേ 1 പ്ലസ് സൈൻ എ ഇല്ല. അപ്പോൾ മുകളിൽ 1 പ്ലസ് സൈൻ എ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും.
ഇനി ഇത് കോസ് സ്ക്വയർ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് വരും ബൈ കോസ് എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ. ഇനി ഇവിടെ കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എയുടെ പകരം നമ്മൾ അവിടെ 1 എഴുതും. അപ്പോൾ 1 പ്ലസ് 2 സൈൻ എ ബൈ കോസ് എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ 1 പ്ലസ് 1 2. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് 2 പ്ലസ് 2 സൈൻ എ ബൈ കോസ് എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ എന്ന് കിട്ടും. ഇനി ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ടേംസിൽ നിന്ന് 2നെ നമ്മൾ കോമൺ ആയിട്ട് വെളിയിലെടുക്കും. അപ്പോൾ അത് 1 പ്ലസ് സൈൻ എ ബൈ കോസ് എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ എന്നാണ് കിട്ടുന്നത്. ഇനി ഈ 1 പ്ലസ് സൈൻ എയും 1 പ്ലസ് സൈൻ എയും ക്യാൻസൽ ആയി കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് 2 ബൈ കോസ് എ ആണ്. അപ്പോൾ അതായത് 2 ഇൻറ്റു 1 ബൈ കോസ് എ. 1 ബൈ കോസ് എ എന്ന് പറയുന്നത് കോസ് എയുടെ റെസിപ്രോക്കൽ സീക്ക് എ ആയിരിക്കും. അപ്പോൾ നമുക്കിത് എഴുതാൻ പറ്റും 2 ഇൻറ്റു സീക്ക് എ. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം പ്രൂവ് ചെയ്യേണ്ടത്. ഇനി അടുത്ത പ്രോബ്ലം കോസ് എ മൈനസ് സൈൻ എ പ്ലസ് 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ മൈനസ് 1 ഇസ് ഈക്വൽ ടു കോസിക് എ പ്ലസ് കോട്ട് എ. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം LHS എടുക്കാം. അപ്പോൾ കോസ് എ മൈനസ് സൈൻ എ പ്ലസ് 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ മൈനസ് 1. ഇപ്പോൾ LHS എടുത്തു. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് നോക്കുമ്പോൾ അറിയാം ഇവിടെ കൊസീക് എയും കോട്ട് എയും ആണ് വേണ്ടത്. അപ്പോൾ കൊസീക് എ എന്ന് പറയുന്നത് 1 ബൈ സൈൻ എ ആണ്. അതുപോലെ കോട്ട് എ എന്ന് പറയുന്നത് കോസ് എ ബൈ സൈൻ എ ആണ്. ഇപ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്ററായിട്ട് വരേണ്ടത് സൈൻ എ ആണ്. അതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ത്രൂ ഔട്ട് നമ്മൾ സൈൻ എ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ന്യൂമറേറ്ററിനെ സൈൻ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ് എ ബൈ സൈൻ എ മൈനസ് സൈൻ എ ബൈ സൈൻ എ പ്ലസ് 1 ബൈ സൈൻ എ. ഇനി ഡിനോമിനേറ്ററിനെ നമ്മൾ സൈൻ എ കൊണ്ട് ഡിവൈഡ് ചെയ്യും ത്രൂ ഔട്ട്. ഇനി മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ കോസ് എ ബൈ സൈൻ എ എന്ന് പറയുന്നത് കോട്ട് എ ആണ്. മൈനസ് സൈൻ എ ബൈ സൈൻ എ 1 ആകും. പ്ലസ് 1 ബൈ സൈൻ എ എന്ന് പറയുന്നത് കൊസീക് എ ആണ്. ബൈ കോട്ട് എ പ്ലസ് 1 മൈനസ് കൊസീക് എ. ഇങ്ങനെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത് മുകളിലും അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ കോട്ട് എ പ്ലസ് കൊസീക് എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിനെ രണ്ടിനെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ കോട്ട് എ പ്ലസ് കൊസീക് എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ ഈ ന്യൂമറേറ്ററിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തെഴുതാം. കോട്ട് എ പ്ലസ് കൊസീക് എ മൈനസ് 1 കോട്ട് എ പ്ലസ് കൊസീക് എ ബൈ നമ്മളിങ്ങനെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി.
ഇത് നമ്മൾ ന്യൂമറേറ്ററിൽ ഒരു മാറ്റവും വരുത്തില്ല. തൽക്കാലം നമ്മൾ ഈ ന്യൂമറേറ്ററിനെ അതുപോലെ തന്നെ എഴുതാം. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ന്യൂമറേറ്റർ അതുപോലെ തന്നെ എഴുതുന്നതുകൊണ്ട് നമ്മൾ തൽക്കാലം NR എന്ന് എഴുതാം. ഇനി ഡിനോമിനേറ്ററിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ഒരു ടേമായിട്ടും ഇതിനെ മറ്റൊരു ടേമായിട്ട് നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. എന്നിട്ട് ഈ കോട്ട് എ മൈനസ് കൊസീക് എ ഇൻറ്റു കോട്ട് എ പ്ലസ് കൊസീക് എ പ്ലസ് 1 ഇൻറ്റു കോട്ട് എ പ്ലസ് കൊസീക് എ അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം കോട്ട് എ മൈനസ് കൊസീക് എ ഇൻറ്റു അതിൻ്റെ കൂടെ ഈ കോട്ട് എ പ്ലസ് കൊസീക് എ പ്ലസ് 1ൻ്റെ കൂടെ കോട്ട് എ പ്ലസ് കൊസീക് എ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇനിയിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ന്യൂമറേറ്ററിന് ഇപ്പോഴും നമ്മൾ ഒരു മാറ്റവും വരുത്തത്തില്ല. നമ്മൾ ഡിനോമിനേറ്ററിൽ നോക്കുകയാണെങ്കിൽ കോട്ട് എ മൈനസ് കൊസീക് എ ഇൻറ്റു കോട്ട് എ പ്ലസ് കൊസീക് എ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് വെച്ചാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് കോട്ട് സ്ക്വയർ എ മൈനസ് കൊസീക് സ്ക്വയർ എ ഇൻറ്റു പ്ലസ് കോട്ട് എ പ്ലസ് കൊസീക് എ ഇങ്ങനെ നമുക്ക് കിട്ടും. കാരണം ഇതിന് നമ്മൾ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഇനി നമുക്കറിയാം ഐഡൻറ്റിറ്റി അനുസരിച്ചിട്ട് കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ ആണ് 1. അപ്പോൾ ഇത് നമുക്ക് കോട്ട് സ്ക്വയർ എ മൈനസ് കൊസീക് സ്ക്വയർ എ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ നമുക്ക് -1 എന്ന് എഴുതാം. കാരണം കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ ആണ് 1. അപ്പോൾ ഇവിടെ കോട്ട് സ്ക്വയർ തിരിച്ചു വരുന്നത് സൈൻ മാറി വരുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ നമുക്ക് -1 ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ -1 പ്ലസ് കോട്ട് എ പ്ലസ് കൊസീക് എ. ഇനിയിപ്പോൾ ഈ ന്യൂമറേറ്റർ നമ്മൾ വീണ്ടും എഴുതുകയാണെങ്കിൽ കോട്ട് എ പ്ലസ് കൊസീക് എ -1 ഇൻറ്റു കോട്ട് എ പ്ലസ് കൊസീക് എ. ഇതാണ് നമ്മുടെ ന്യൂമറേറ്റർ. നമ്മളിതിൽ ഒരു മാറ്റവും വരുത്തിയിരുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും സെയിം ടേംസ് ആണ്. അതായത് കോട്ട് എ പ്ലസ് കൊസീക് എ -1 താഴെയും കോട്ട് എ പ്ലസ് കൊസീക് എ -1. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് കൊസീക് എ പ്ലസ് കോട്ട് എ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം LHS എടുത്തു. കോസ് എ മൈനസ് സൈൻ എ പ്ലസ് 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ -1. എന്നിട്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ത്രൂ ഔട്ട് സൈൻ എയുമായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇത് കിട്ടുന്നത് കോട്ട് എ -1 പ്ലസ് കൊസീക് എ ഇൻറ്റു കോട്ട് എ പ്ലസ് കൊസീക് എ ബൈ കോട്ട് എ പ്ലസ് 1 മൈനസ് കൊസീക് എ ഇൻറ്റു കോട്ട് എ പ്ലസ് കൊസീക് എ. അതായത് നമുക്ക് ഇതാണ് കിട്ടുന്നത്. നമ്മൾ ഇതിനെ കോട്ട് എ പ്ലസ് കൊസീക് എ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. എന്നിട്ട് മുകളിൽ നമ്മൾ ന്യൂമറേറ്ററിന് ഒരു മാറ്റവും വരുത്തത്തില്ല. ഡിനോമിനേറ്ററിലെ ഈ കോട്ട് എ മൈനസ് കൊസീക് എയെ നമുക്ക് ഒരു ടേമായിട്ടും 1നെ സെപ്പറേറ്റ് ആയിട്ടും കൺസിഡർ ചെയ്തിട്ട് ആദ്യം കോട്ട് എ പ്ലസ് കൊസീക് എയെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ കോട്ട് എ പ്ലസ് കൊസീക് എ 1ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കോട്ട് എ മൈനസ് കൊസീക് എ ഇൻറ്റു കോട്ട് എ പ്ലസ് കൊസീക് എ പ്ലസ് കോട്ട് എ പ്ലസ് കൊസീക് എ. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലായതുകൊണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ -1 പ്ലസ് കോട്ട് എ പ്ലസ് കൊസീക് എ എന്ന് കിട്ടി. അപ്പോൾ അത് ന്യൂമറേറ്ററിലുള്ള കോട്ട് എ പ്ലസ് കൊസീക് എ -1ഉമായിട്ട് സെയിം ആണെന്ന് മനസ്സിലായി. അപ്പോൾ അത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഫൈനലായിട്ട് ആൻസർ കിട്ടുന്നത് കൊസീക് എ പ്ലസ് കോട്ട് എ എന്നാണ്. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ബൈ 1 മൈനസ് സൈൻ എ ഈക്വൽ ടു സീക്ക് എ പ്ലസ് ടാൻ എ. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് LHS എടുത്തു. 1 പ്ലസ് സൈൻ എ ബൈ 1 മൈനസ് സൈൻ എ. ഇനി നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 1 പ്ലസ് സൈൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
അപ്പോൾ മുകളിൽ 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ കിട്ടും. അപ്പോൾ അത് നമുക്കറിയാം 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും ബൈ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആയതുകൊണ്ട് നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അതായത് 1 മൈനസ് സൈൻ സ്ക്വയർ എ. ഇനി റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1 പ്ലസ് സൈൻ എ തന്നെയാണ്. ഇനി 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എ ആണ് ഐഡൻറ്റിറ്റി അനുസരിച്ചിട്ട്. അപ്പം ഇത് റൂട്ട് ഓഫ് കോസ് സ്ക്വയർ എ എന്ന് വരും. അപ്പോൾ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത് കോസ് എ ആണ്. അപ്പോൾ നമ്മളിനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ, അതായത് ഡിനോമിനേറ്ററിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ ബൈ കോസ് എ ഇങ്ങനെ കിട്ടും. അപ്പോൾ 1 ബൈ കോസ് എ എന്ന് പറയുന്നത് സീക്ക് എ ആണ്, പ്ലസ് സൈൻ എ ബൈ കോസ് എ എന്ന് പറയുന്നത് ടാൻ എ ആണ്. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഈ പ്രൂഫ് വളരെ ഈസിയാണ്. റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ബൈ 1 മൈനസ് സൈൻ എ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 1 പ്ലസ് സൈൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മുകളിൽ 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ കിട്ടും, താഴെ 1 മൈനസ് സൈൻ സ്ക്വയർ എ കിട്ടും. 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എ ആണ്. ഇപ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1 പ്ലസ് സൈൻ എയും, റൂട്ട് ഓഫ് കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത് കോസ് എയുമാണ്. ഇനി ഈ ഡിനോമിനേറ്ററിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ ബൈ കോസ് എ എന്ന് കിട്ടും. അപ്പോൾ 1 ബൈ കോസ് എ എന്ന് പറയുന്നത് റെസിപ്രോക്കലാണ്, അതായത് സീക്ക് എ, പ്ലസ് സൈൻ എ ബൈ കോസ് എ എന്ന് പറയുന്നത് ടാൻ എ ആണ്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് സൈൻ എ പ്ലസ് കോസീക്ക് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് എ പ്ലസ് സീക്ക് എ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 7 പ്ലസ് കോസ് സ്ക്വയർ എ പ്ലസ് ടാൻ സ്ക്വയർ എ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് സൈൻ സ്ക്വയർ എ പ്ലസ് സൈൻ എ ഇൻറ്റു കൊസീക്ക് എ പ്ലസ് കൊസീക്ക് സ്ക്വയർ എ. ഇവിടെ നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അപ്ലൈ ചെയ്യും. അപ്പോൾ കോസ് സ്ക്വയർ എ പ്ലസ് ഇവിടെ ഒരു 2 സൈൻ എ ഇൻറ്റു കൊസീക്ക് എ ഉണ്ട്, പ്ലസ് 2 കോസ് എ ഇൻറ്റു സീക്ക് എ പ്ലസ് സീക്ക് സ്ക്വയർ എ. ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി ഇവിടെ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അത് 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസീക്ക് എ. സൈൻ എയുടെ റെസിപ്രോക്കലാണ് കോസീക്ക് എ. അപ്പോൾ ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം എപ്പോഴും 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെയും സൈൻ എ ഇൻറ്റു കോസീക്ക് എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1 2 പ്ലസ് കോസീക്ക് സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ നമ്മൾ നേരത്തെ സൈൻ സ്ക്വയർ എയുടെ കൂടെ എടുത്ത് 1 എന്ന് എഴുതിയിരുന്നു. ഇനി ഇവിടെയും കോസ് എ ഇൻറ്റു സീക്ക് എ എന്ന് പറയുന്നത് റെസിപ്രോക്കലാണ്. അപ്പോൾ 2 ഇൻറ്റു 1 2 കിട്ടും, പ്ലസ് സീക്ക് സ്ക്വയർ എ. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി അപ്പോൾ ഇത് 2 പ്ലസ് 2 4 4 പ്ലസ് 1 5 പ്ലസ് ഇനി ഈ കോസീക്ക് സ്ക്വയർ എ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി അനുസരിച്ചിട്ട് 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ആണ്. അപ്പോൾ നമുക്ക് കോസീക്ക് സ്ക്വയർ എക്ക് പകരം 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എന്ന് എഴുതാം. സീക്ക് സ്ക്വയർ എ എന്ന് പറയുന്നത് 1 പ്ലസ് ടാൻ സ്ക്വയർ എ ആണ്. അപ്പോൾ 5 പ്ലസ് 1 പ്ലസ് 1 7 പ്ലസ് കോട്ട് സ്ക്വയർ എ പ്ലസ് ടാൻ സ്ക്വയർ എ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതും 7 പ്ലസ് കോട്ട് സ്ക്വയർ എ പ്ലസ് ടാൻ സ്ക്വയർ എ ആയിരുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്നതും അത് തന്നെയാണ്. അപ്പം ഇത്രയും ഓർത്താൽ മതി. ആദ്യം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ നമുക്ക് കിട്ടുന്നത് 5 പ്ലസ് കോസീക്ക് സ്ക്വയർ എ പ്ലസ് സീക്ക് സ്ക്വയർ എ ആയതുകൊണ്ട് കോസീക്ക് സ്ക്വയർ എ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡ് കിട്ടേണ്ടത് കോട്ട് സ്ക്വയർ എ ആണ്, പക്ഷെ നമുക്ക് കിട്ടിയത് കോസീക്ക് സ്ക്വയർ എ ആണ്. അതുകൊണ്ട് നമ്മൾ കോസീക്ക് സ്ക്വയർ എയെ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എന്നും സീക്ക് സ്ക്വയർ എയെ 1 പ്ലസ് ടാൻ സ്ക്വയർ എ എന്നും എഴുതിയിട്ട് നമ്മൾ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും. അപ്പം ഈ എക്സ് ബൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടാൻ തീറ്റ ബൈ 1 മൈനസ് കോട്ട് തീറ്റ പ്ലസ് കോട്ട് തീറ്റ ബൈ 1 മൈനസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് സീക്ക് തീറ്റ ഇൻറ്റു കോസീക്ക് തീറ്റ. അപ്പോൾ ഇതിനകത്ത്
നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ടാൻ തീറ്റയെ സൈൻ്റെയും കോസിൻ്റെയും ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഇപ്പോൾ ടാൻ തീറ്റ നമുക്കറിയാം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണെന്ന് അറിയാം. അപ്പോൾ ടാൻ തീറ്റയെ നമ്മൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ബൈ 1 മൈനസ് കോട്ട് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ പ്ലസ് ഈ കോട്ട് തീറ്റയെ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ തീറ്റയെ വീണ്ടും നമ്മൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എക്സ്പ്രസ് ചെയ്യും. ഇനി ഇവിടെയും കോസ് തീറ്റ ഉണ്ട്. ഇനി നമ്മൾ ഇതൊരു ഫ്രാക്ഷനാണ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, ഇത് 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഈ ഡിനോമിനേറ്ററിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യും. അപ്പോൾ അത് നമ്മൾ ന്യൂമറേറ്ററിനെ അതുപോലെ എഴുതി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ബൈ 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റയെ നമുക്ക് എഴുതാൻ പറ്റും സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. അതുപോലെ തന്നെ പ്ലസ് ഈ റൈറ്റ് സൈഡിലുള്ള കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഈ ന്യൂമറേറ്ററിന് നമ്മൾ അതുപോലെ എഴുതും കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ബൈ 1 മൈനസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റയെ നമ്മൾ എഴുതും കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. നമ്മൾ ഇങ്ങനെ എഴുതി. ഇതിപ്പം ഫ്രാക്ഷൻ്റെ ഡിവിഷൻ പോലെയാണ്. അപ്പം നമുക്കറിയാം നമ്മൾ രണ്ട് ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുമ്പം താഴെയുള്ള ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ഈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ അതെന്താവും സൈൻ തീറ്റ ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ അങ്ങനെ വരും. അപ്പോൾ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുവാണെങ്കിൽ സൈൻ തീറ്റ ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ സൈൻ തീറ്റ ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ വരുന്നതുകൊണ്ട് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ബൈ താഴെ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ എന്ന് വരും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലും കോസ് തീറ്റ വരും, താഴെ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയാണ്, ഇവിടെ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സൈൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ മൈനസിനെ നമ്മൾ വെളിയിൽ കൊണ്ടുവരും. അപ്പോൾ ഈ പ്ലസ് മൈനസ് ആകും. അപ്പോൾ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. നേരത്തെ പറഞ്ഞ പോലെ ഈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റയെ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ആക്കാൻ വേണ്ടിയിട്ട് ഈ മൈനസിനെ വെളിയിൽ കൊണ്ടുവരുമ്പോൾ ഈ പ്ലസ് മൈനസ് ആകും. മുകളിൽ കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിപ്പോൾ വീണ്ടും ഫ്രാക്ഷൻ്റെ ഫോമിലായതുകൊണ്ട് നമ്മൾ നോർമലി ഫ്രാക്ഷൻ സബ്ട്രാക്ട് ചെയ്യുന്നത് പോലെ LCM എടുത്ത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഈ കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയുടെയും സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയുടെയും റെസിപ്രോക്കൽ എന്ന് പറയുന്നത് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ ഈ LCSനെ കോമൺ ഡിനോമിനേറ്റർ ആക്കുകയാണെങ്കിൽ മുകളിൽ സൈൻ സ്ക്വയർ തീറ്റയാണ് ഉള്ളത്. അപ്പോൾ LCMൽ കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയിൽ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയുണ്ട്. അപ്പോൾ ഇല്ലാത്തതെന്ന് വെച്ചാൽ ഈ സൈൻ തീറ്റയാണ്. അപ്പോൾ നമ്മൾ ഈ ഡിനോമിനേറ്ററിനെ LCSത്തിൻ്റെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് മുകളിലും താഴെ നമ്മൾ സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അതാണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയാകും, മുകളിൽ സൈൻ ക്യൂബ് തീറ്റയാകും, മൈനസ് ഇവിടെയും സൈൻ തീറ്റയിൽ ഈ LCSത്തിൻ്റെ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയുണ്ട്, കോസ് തീറ്റ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുകളിൽ കോസ് ക്യൂബ്
തീറ്റ കൊണ്ട് നമ്മൾ കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ന്യൂമറേറ്റർ കോസ് ക്യൂബ് തീറ്റ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ സബ്ട്രാക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ മുകളിൽ നോക്കുകയാണെങ്കിൽ സൈൻ ക്യൂബ് തീറ്റ മൈനസ് കോസ് ക്യൂബ് തീറ്റ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോമിലാണ് ഉള്ളത്. അപ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇതാണ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് സൈൻ തീറ്റയായിരിക്കും, ബി എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. അപ്പോൾ നമ്മൾ ഈ ഐഡൻറ്റിറ്റി ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ. ഇങ്ങനെ വരും. താഴെ ഈ ഡിനോമിനേറ്റർ നമ്മൾ അതുപോലെ എഴുതും. കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയും സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയും ക്യാൻസൽ ആയിപ്പോവും. ഇനി മുകളിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് നമുക്കറിയാം ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി വെച്ച് 1 ആണ്. അപ്പോൾ ഇത് 1 പ്ലസ് പിന്നെ ബാക്കിയുള്ളത് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ആണ്. ഡിനോമിനേറ്ററിൽ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ക്യാൻസലായി പോകുമ്പോൾ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. 1 പ്ലസ് ഈ ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ 1 ബൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഈ ഡിനോമിനേറ്റർ നമ്മൾ 1 ബൈ ഡിനോമിനേറ്റർ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ബൈ ഡിനോമിനേറ്റർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 പ്ലസ് 1 ബൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇതാണ് നമുക്ക് ഫൈനലി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 1 പ്ലസ് സീക് തീറ്റ കോസിക് തീറ്റയാണ് നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടേണ്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1 പ്ലസ് 1 ബൈ കോസ് തീറ്റ സൈൻ തീറ്റ കിട്ടും. അപ്പോൾ 1 ബൈ കോസ് തീറ്റ എന്ന് വെച്ചാൽ സീക് തീറ്റയും 1 ബൈ സൈൻ തീറ്റ എന്ന് വെച്ചാൽ കൊസീക് തീറ്റയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് കിട്ടി 1 പ്ലസ് സീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 പ്ലസ് ടാൻ സ്ക്വയർ എ ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ടാൻ സ്ക്വയർ എക്ക് ഈക്വൽ ആണ്. അതുപോലെ തന്നെ 1 മൈനസ് ടാൻ എ ബൈ 1 മൈനസ് കോട്ട് എ എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ എക്ക് ഈക്വൽ ആണ്. അപ്പം നമ്മൾ ആദ്യം ഈ ഫസ്റ്റ് പാർട്ട് എടുക്കാം. 1 പ്ലസ് ടാൻ സ്ക്വയർ എ ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ. അപ്പോൾ ഇവിടെ കോട്ട് എ എന്ന് വെച്ചാൽ 1 ബൈ ടാൻ എ ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഇതിനെ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ബൈ കോട്ട് സ്ക്വയർ എയെ നമ്മൾ 1 ബൈ ടാൻ സ്ക്വയർ എ എന്ന് എഴുതും. അപ്പോൾ മുകളിൽ 1 പ്ലസ് ടാൻ സ്ക്വയർ എ അതുപോലെ വരും. താഴെ വീണ്ടും ഫ്രാക്ഷൻ്റെ അഡീഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടാൻ സ്ക്വയർ എ എൽ സി എം ആകുമ്പോൾ ടാൻ സ്ക്വയർ എ പ്ലസ് 1 എന്ന് കിട്ടും. ഇവിടെ വീണ്ടും ഫ്രാക്ഷൻ്റെ ഡിവിഷനാണ്. അപ്പോൾ താഴെയുള്ള ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ടാൻ സ്ക്വയർ എ പ്ലസ് 1 ബൈ ടാൻ സ്ക്വയർ എയുടെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ എ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ആണ്. അപ്പോൾ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം 1 പ്ലസ് ടാൻ സ്ക്വയർ എ ഇൻറ്റു ടാൻ സ്ക്വയർ എ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ. കാരണം ഈ ടാൻ സ്ക്വയർ എ പ്ലസ് 1 നമ്മൾ 1 പ്ലസ് ടാൻ സ്ക്വയർ എ എന്ന് എഴുതി. ഇനി ഇത് രണ്ടും ക്യാൻസലായി പോവും. കാരണം രണ്ടും 1 പ്ലസ് ടാൻ സ്ക്വയർ എ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ടാൻ സ്ക്വയർ എ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിനെ ഈ പാർട്ടിനെ നമ്മൾ ടാൻ സ്ക്വയർ എ ആയിട്ട് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിനെ എടുക്കാം. അതായത്
1 മൈനസ് ടാൻ എ ബൈ 1 മൈനസ് കോട്ട് എ ദ ഹോൾ സ്ക്വയർ എടുക്കാം. അപ്പോൾ ഇവിടെ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ 1 മൈനസ് ടാൻ എ നമ്മൾ അതുപോലെ എഴുതി, താഴെ കോട്ട് എ നമ്മൾ 1 ബൈ ടാൻ എ എന്ന് എഴുതും. അപ്പോൾ 1 മൈനസ് ടാൻ എ ബൈ ഫ്രാക്ഷൻ്റെ സബ്ട്രാക്ഷൻ. ഇപ്പോൾ ടാൻ എ മൈനസ് 1 ബൈ ടാൻ എ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് താഴെയുള്ള ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടാൻ എ ബൈ ടാൻ എ മൈനസ് 1 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം സ്ക്വയറാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ സ്ക്വയർ ഇടാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ 1 മൈനസ് ടാൻ എ ആണ്, താഴെ ടാൻ എ മൈനസ് 1 ആണ്. അപ്പോൾ ഇതിനെ 1 മൈനസ് ടാൻ എ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈനസിനെ പുറത്തെടുക്കും. അപ്പോൾ അത് 1 മൈനസ് ടാൻ എ ഇൻറ്റു ടാൻ എ ബൈ മൈനസ് ഞാൻ വെളിയിലെടുക്കുമ്പോൾ 1 മൈനസ് ടാൻ എ ആകും ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ 1 മൈനസ് ടാൻ എ ക്യാൻസലായി. ഈ താഴെയുള്ള ഒരു മൈനസ് അത് ഈ ടാൻ എക്ക് പോകും. അപ്പോൾ അത് മൈനസ് ടാൻ എ ദ ഹോൾ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ മൈനസ് ടാൻ എ ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ മൈനസ് ടാൻ എ ദ ഹോൾ സ്ക്വയർ ആയാലും ടാൻ എ ദ ഹോൾ സ്ക്വയർ ആയാലും നമുക്ക് കിട്ടുന്നത് എപ്പോഴും ടാൻ സ്ക്വയർ എ ആണ്. കാരണം നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ സെക്കൻഡ് പാർട്ടിനെയും 1 മൈനസ് ടാൻ എ ബൈ 1 മൈനസ് കോട്ട് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ സെക്കൻഡ് പാർട്ടിന് നമ്മൾ ടാൻ സ്ക്വയർ എക്ക് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആണ് ട്രിഗ്നോമെട്രി ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഉള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിനിടയിൽ ഫ്രാക്ഷൻ്റെ സബ്ട്രാക്ഷനും അഡീഷനും ഡിവിഷനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ പാർട്ട് എന്തെങ്കിലും മനസ്സിലാകാനോ മറ്റോ ഉണ്ടെങ്കിൽ ഞാൻ ഫ്രാക്ഷൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ പറ്റിയുള്ള ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അത് നോക്കുക, അത് നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കും. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ, ഹാപ്പി ലേണിംഗ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ, ഹാപ്പി ലേണിംഗ്.